വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പേരാമ്പ്ര പോലെയുള്ള ഒരു സ്ഥലത്ത് എത്രമാത്രമാണ് ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞു. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ പേരാമ്പ്ര പട്ടയത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ വിഷയങ്ങളൊക്കെ ഉയർന്നിരുന്നു. മതേതരത്വത്തിന്റെ വിജയം എന്താ ഇതിൽ ഡൗട്ട്? നിങ്ങൾ അതിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ജനങ്ങൾ 100% ആത്മാർത്ഥമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. വർഗീയത തോറ്റു, ജനാധിപത്യം വിജയിച്ചു, 100 വട്ടം വിജയിച്ചു. ആളുകൾ വളരെ ഹൃദയം തുറന്നുകൊണ്ടാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഓരോ ആളുകളുടെയും കൈപിടിച്ച് വോട്ട് ചോദിക്കുമ്പം അവരെന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, വർഗീയപരമായിട്ടുള്ള യാതൊരു കാര്യവും ഈ മണ്ണ് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലൂടെ തെളിഞ്ഞു. എല്ലാ റൗണ്ടുകളിലും പ്രത്യേകിച്ച് ഇടത് കോട്ടകളായ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതെ, 100% ആളുകളുടെ ഒരു വലിയ മാറ്റത്തിന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഓരോ പഞ്ചായത്തുകൾ കഴിയുമ്പോഴും തെളിയുകയായിരുന്നു. അപ്പം അത് ഒരു ഉത്തരവാദിത്തമാണ്. അതിനോട് നീതി പുലർത്താനുള്ള ശ്രമം നടത്തും. CPM-ന്റെ വോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, വലിയ രീതിയിൽ? അതെ, തീർച്ചയായിട്ടും അതിലൊരു സംശയവും വേണ്ട. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ റിലീജിയസ് സ്ട്രക്ചർ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ വോട്ട് വന്നു എന്നുള്ളതാണ്. എല്ലാ ആളുകളുടെയും വോട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ യാതൊരു രൂപത്തിലുള്ള നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ഈ വർഗീയതയുടെ ഫാക്ടർ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഈ അനൗൺസ്മെന്റ് പിന്നാലെ സ്ട്രോങ് റൂം വിവാദം വന്നു. അപ്പോൾ അത്തരം വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തിയിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സമയങ്ങളിലൊക്കെ ആളുകളോട്, വോട്ടർമാരോട് സംസാരിക്കാനാണ് ശ്രമിച്ചത്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് അറിയാനാണ് ശ്രമിച്ചത്. അതിനിടയിലുള്ള വിവാദങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയേണ്ടി വന്നത്. അതിനൊന്നും മറുപടി പറയേണ്ടത് ഞാനല്ല, അത് ഉന്നയിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ഉയർത്തിയ ആളുകളായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ ദയനീയമായിട്ട് തന്നെ പറയട്ടെ, അതിന് വീണ്ടും വീണ്ടും മറുപടി പറയേണ്ട ഗതികേട് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പേരാമ്പ്ര പോലെയുള്ള ഒരു സ്ഥലത്ത് എത്രമാത്രമാണ് ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞു. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ പേരാമ്പ്ര പട്ടയത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ വിഷയങ്ങളൊക്കെ ഉയർന്നിരുന്നു. മതേതരത്വത്തിന്റെ വിജയം എന്താ ഇതിൽ ഡൗട്ട്? നിങ്ങൾ അതിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ജനങ്ങൾ 100% ആത്മാർത്ഥമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. വർഗീയത തോറ്റു, ജനാധിപത്യം വിജയിച്ചു, 100 വട്ടം വിജയിച്ചു. ആളുകൾ വളരെ ഹൃദയം തുറന്നുകൊണ്ടാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഓരോ ആളുകളുടെയും കൈപിടിച്ച് വോട്ട് ചോദിക്കുമ്പം അവരെന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, വർഗീയപരമായിട്ടുള്ള യാതൊരു കാര്യവും ഈ മണ്ണ് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലൂടെ തെളിഞ്ഞു. എല്ലാ റൗണ്ടുകളിലും പ്രത്യേകിച്ച് ഇടത് കോട്ടകളായ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതെ, 100% ആളുകളുടെ ഒരു വലിയ മാറ്റത്തിന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഓരോ പഞ്ചായത്തുകൾ കഴിയുമ്പോഴും തെളിയുകയായിരുന്നു. അപ്പം അത് ഒരു ഉത്തരവാദിത്തമാണ്. അതിനോട് നീതി പുലർത്താനുള്ള ശ്രമം നടത്തും. CPM-ന്റെ വോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, വലിയ രീതിയിൽ? അതെ, തീർച്ചയായിട്ടും അതിലൊരു സംശയവും വേണ്ട. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ റിലീജിയസ് സ്ട്രക്ചർ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ വോട്ട് വന്നു എന്നുള്ളതാണ്. എല്ലാ ആളുകളുടെയും വോട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ യാതൊരു രൂപത്തിലുള്ള നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ഈ വർഗീയതയുടെ ഫാക്ടർ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഈ അനൗൺസ്മെന്റ് പിന്നാലെ സ്ട്രോങ് റൂം വിവാദം വന്നു. അപ്പോൾ അത്തരം വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തിയിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സമയങ്ങളിലൊക്കെ ആളുകളോട്, വോട്ടർമാരോട് സംസാരിക്കാനാണ് ശ്രമിച്ചത്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് അറിയാനാണ് ശ്രമിച്ചത്. അതിനിടയിലുള്ള വിവാദങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയേണ്ടി വന്നത്. അതിനൊന്നും മറുപടി പറയേണ്ടത് ഞാനല്ല, അത് ഉന്നയിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ഉയർത്തിയ ആളുകളായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ ദയനീയമായിട്ട് തന്നെ പറയട്ടെ, അതിന് വീണ്ടും വീണ്ടും മറുപടി പറയേണ്ട ഗതികേട് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്.